അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദ് ഫദൽ കൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന അമലുകളെല്ലാം നമ്മളിൽ നിന്നും പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവെങ്കിൽ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അമലുകളെക്കുറിച്ചിട്ട് ചെയ്ത നമ്മളുടെ മനസ്സിൽ ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ആ സംതൃപ്തി പൂർത്തിയാകണമെങ്കിൽ നമ്മളുടെ അമലുകൾ ആർക്കു വേണ്ടിയാണോ നമ്മൾ ചെയ്തത്, ആ രക്ഷിതാവ് അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കണം, അവൻ തൃപ്തിപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരുണ കൊണ്ട്, ഫദൽ കൊണ്ട് സാധുക്കളായ നമ്മളുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കുമാറാകട്ടെ, ഖബൂലാക്കുമാറാകട്ടെ. എല്ലാ അമലുകൾക്കും ഉയർന്ന പ്രതിഫലത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസം പ്രസംഗിക്കാനുള്ള ദിവസമല്ല. എല്ലാവരും അവരവരുടെ രക്ഷിതാവുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുക, അഥവാ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് അവരവരുടെ പാപകർമ്മങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ച് കരഞ്ഞ് തൗബ ഇസ്തിഗ്ഫാറുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തും ഖുദ്റത്തും ഒക്കെ ആലോചിച്ച് അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി ഈ രാവ് അതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും പരമാവധി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ട രാവാണ്, രാത്രിയാണ്. പ്രസംഗിച്ച് സമയം കളയേണ്ട രാവല്ല, രാത്രിയല്ല. പിന്നെ നമ്മൾ പൊതുവായ നിലയിൽ ഇത്തരം സദസ്സുകളിൽ സംസാരിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമൊക്കെ ഈ രാത്രി നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അതിനെ കൂടുതൽ ഫലവത്തായ നിലയിൽ ഉപകാരപ്പെടുത്തുന്നതിൻ്റെ വിഷയത്തിൽ ഒരു ഉണർത്തൽ എന്ന നിലയിലാണ്, ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിലാണ്. നമുക്ക് റമദാൻ കിട്ടി, അവസാനത്തെ 10 കിട്ടി, ഒറ്റ രാവുകൾ കിട്ടി. അതിൽ അൽഹംദുലില്ലാഹ് നമുക്ക് നിസ്കരിക്കാനും പള്ളിയിലിരിക്കാനും ഒക്കെ തൗഫീഖ് കിട്ടി. ഇനി ഇതിൽ കൂടുതലായി അമലുകളിൽ വർധന ഉണ്ടാകണം. ഈ അമലുകളുടെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളിൽ തഖ്വയും ഖശിയത്തും ഇഖ്ലാസും വർദ്ധിക്കണം. അത് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നമുക്ക് ഉപകാരപ്പെടണം. അവിടെയാണ് ഇതിൻ്റെയൊക്കെ ഫലം നമ്മൾ അറിയുന്നത്. റമദാനിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഈ നന്മകളുടെയൊക്കെ അസറുകൾ നമുക്ക് കാണാൻ കഴിയണം, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മപ്പെടുത്താനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, പ്രസംഗിക്കാൻ വേണ്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയെയും ഇനി അവശേഷിക്കുന്ന ചില്ലറ രാപ്പകലുകളെയും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തിയ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, 27 രാവാണ്. അവസാനത്തെ 10 ഒറ്റ രാവുകൾക്കുള്ള പ്രാധാന്യവും ശ്രേഷ്ഠതയും നമുക്കറിയുന്നതാണ്. നമ്മളിൽ അധികപേരും അൽഹംദുലില്ലാഹ് ഇത്തിക്കാഫിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ സമയം ഒന്നും പാഴാകാതെ ശ്രദ്ധിച്ച് കൂടുതൽ നന്മ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കണം. വീണ്ടും അതിങ്ങനെ ഞാൻ എന്നോട് പറയാണ്, നിങ്ങൾ കേൾക്കുന്നതേ ഉള്ളൂ. അള്ളാഹു അമൽ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഖദ് സമി അല്ലാഹു ഖൗലല്ലത്തി എന്ന് തുടങ്ങുന്ന ജുസുവാണ് ഇന്ന് നമ്മൾ ഓതിക്കേട്ടത്. സൂറത്തുൽ മുജാദല എന്നാണ് ആ സൂറത്തിൻ്റെ പേര്. മുജാദല എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ് അർത്ഥം, തർക്കിക്കുന്നവൾ. അതിന് ശേഷമുള്ള ചില സൂറത്തുകൾ, സൂറത്തുൽ ഹഷ്ർ, സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ തഗാബുൻ, ഈ സൂറത്തുകളാണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. പരിശുദ്ധ ഖുർആനിൽ നിന്നും ഓരോ സൂറത്തുകളും ഓതുമ്പോൾ, ഓരോ ആയത്തുകളും ഓതി കേൾക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് നമ്മുടെ രക്ഷിതാവ് സ്നേഹത്തോടു കൂടി അവൻ്റെ അടിമകളായ നമുക്ക് നൽകുന്ന സതുപദേശങ്ങളാണ്, വാത്സല്യത്തോടുകൂടി നമുക്ക് നൽകുന്ന സതുപദേശങ്ങളാണ്. അള്ളാഹു അവൻ്റെ അടിമകളുടെ ജീവിതത്തെ നല്ല നിലയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി, അതിനെ സംസ്കാര സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടി
അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലെ വരികളാണ്. ആ വരികളിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുന്നത് ചിലപ്പോൾ ചരിത്രമായിരിക്കും, ചിലപ്പോൾ സംഭവങ്ങളായിരിക്കും, ചിലപ്പം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിരിക്കും. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തണം. അത് നമ്മളുടെ കാതുകളിൽ കേൾക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഖൽബുകളിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഹൃദയങ്ങളിലൂടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ച് കാണണം. അള്ളാഹു ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇന്ന് ഓതിക്കേട്ട ചില വചനങ്ങൾ എന്നല്ല ചില സൂറത്തുകൾ അധികവും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പെണ്ണുങ്ങളെ ബാധിക്കുന്ന, പെണ്ണുങ്ങളെ സംബോധന ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ചില സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് അവതരിച്ച വചനങ്ങളാണ്. മുംതഹിനായിരുന്നാലും മുജാദിലായിരുന്നാലും ഒക്കെ. അതൊക്കെ വിശദീകരിക്കാൻ സമയമില്ല. നമ്മൾ ഈ റമദാനിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം നടത്തുന്നു, പാരായണം നടത്തുന്നു, പള്ളിയിൽ വരുന്നു, ഇബാദത്തെടുക്കുന്നു, ഇത്തിക്കാഫിരിക്കുന്നു. ഈ പറഞ്ഞ അമലുകളിലൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന സ്ത്രീകളെ ഒപ്പം കൂട്ടിയിട്ടുണ്ടോ എന്ന് ആലോചിക്കണം. സ്ത്രീകളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കെന്ത് ദീനിയായ പ്രബോധനമാണ്, ദീനിയായ വാള നസിഹത്താണ് നമ്മൾ കൊടുത്തത്? എന്ത് കാര്യത്തിൽ നമുക്ക് അവരെ കൂടെ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്? അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശന്ന് ചെല്ലുമ്പോൾ ഇഷ്ടപ്പെടുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി വെച്ചോളാം, തിന്നു കഴിഞ്ഞ് കൈ കഴിയാൽ എഴുന്നേറ്റ് പോകുമ്പോൾ അവർ പാത്രം കഴുകി വെച്ചോളാം, നമ്മൾ ഉടുത്ത് മുഷിഞ്ഞ് ഊരിയിടുന്ന അഴുക്ക് വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുക, ഇസ്ത്രി ഇടുക. ഇതൊക്കെയാണോ സഹോദരിമാരുടെ ജോലി, പെണ്ണുങ്ങളുടെ ജോലി? ആ ജോലികളിൽ മാത്രമായി അവർ മുഴുകുകയും അവരുടെ ആഖിറം സമ്പാദിക്കാൻ അവർക്ക് അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ, സഹോദരിമാർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദരിമാർക്ക് ആഖിറം സമ്പാദിക്കാനുള്ള മാർഗം തന്നെയാണ് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും, മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും, അവരുടെ വസ്ത്രം അലക്കലും ഒക്കെ ആഖിറം സമ്പാദിക്കുന്ന അമല് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ആ നിയ്യത്തോടുകൂടി ചെയ്താൽ മതി, ആ നിയ്യത്തോടുകൂടി ചെയ്യണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും അവർക്ക് ആഖിറം സമ്പാദിക്കാൻ ഉതകുന്ന നിലയിൽ എന്ത് അവസരങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുത്തത്? എന്ത് അവസരം കൊടുത്തത്? ഇപ്പം എല്ലാവരും പെട്ടെന്നൊരു മറുപടി പറയും, എല്ലാവർക്കും ഞാൻ നെറ്റ് റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കയ്യിലുള്ള പാള പോലത്തെ മൊബൈലിനകത്ത് ഇങ്ങനെ തോണ്ടി തോണ്ടി ലോകത്തുള്ള മുഴുവൻ മൂല്യന്മാരുടെയും ഉസ്താദന്മാരുടെയും ലൈവായിട്ടുള്ള വഅദും നസീഹത്തും പ്രസംഗം എല്ലാം കേൾക്കാം. കേട്ടോട്ടെ, കേട്ടിട്ട് നന്നായിക്കോട്ടെ. വഅദും നസീഹത്തും പ്രസംഗമൊക്കെ കേൾക്കാൻ വേണ്ടി നീ റീചാർജ് ചെയ്ത് കയ്യിൽ കൊടുത്ത മൊബൈലിൽ അതിൻ്റെ സ്ക്രീനിൽ എപ്പോഴും വഅദാവൂല വരുന്നത്. എപ്പോഴും വഅദും നസീഹത്തും നന്മയൊന്നും അല്ല വരിക. അധികവും അത് തെറ്റുകളിലേക്ക്, കുറ്റങ്ങളിലേക്ക്, അനാവശ്യങ്ങളിലേക്ക്. ഇനി തെറ്റ്, കുറ്റം, അനാവശ്യം എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രയോജനവുമില്ലാത്ത വിഷയങ്ങളിൽ നമ്മുടെ വിലപ്പെട്ട ആയുസ് നഷ്ടപ്പെടുത്തുകയാണ്. വിലപ്പെട്ട ആയുസ് നഷ്ടപ്പെടുത്തുക. ഇന്ന് ജുമാ ദിവസമാണ്, ജുമാ രാത്രിയാണ്, 27 രാവാണ്, ദിക്ർ ചെയ്യണേ, ദുആ ചെയ്യണേ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മൊബൈലിൽ അത് കണ്ടു, ഇത് കണ്ടു, അതും കണ്ടു, ഇതും കണ്ടിരുന്ന നമുക്കെന്താ പറയാനും പ്രിയപ്പെട്ടവരെ? നമുക്കെന്താ പറയാനോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ കള്ളന്മാരുടെ ശല്യമുണ്ട് എന്ന് കേട്ടാൽ, കള്ളന്മാരുടെ ശല്യമുണ്ട്. ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ കുറേ കിംവദന്തികൾ ഉണ്ടായിരുന്നല്ലോ, പല പേരുകളിൽ. ഞാൻ അങ്ങനത്തെ പേരൊന്നും പറയാൻ തന്നെ ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ടാണ് പറയാത്തത്, അറിയാത്തതുകൊണ്ടല്ല. കള്ളന്മാരുടെ ശല്യമുണ്ടെന്നറിഞ്ഞാൽ നമ്മൾ ഡോറ് കുറ്റിയിടുന്ന കാര്യത്തിൽ സൂക്ഷിക്കും. കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റിയിട്ടിനാ, ആ ഇട്ട് എന്നാൽ ഒന്നും കൂടെ നോക്കിക്കള, ഒന്നും കൂടെ പോയിട്ട് വീണ്ടും കുറ്റിയിട്ടോ എന്ന് ഉറപ്പ് വരുത്തുക. കുറ്റിയിട്ട വീടിൻ്റെ ഡോറ് പൊളിക്കാനൊന്നും ഇന്നത്തെ പുതിയ ഹൈടെക് യുഗത്തിലെ കള്ളന്മാർക്ക് പ്രയാസമൊന്നുമില്ല. അത് വേറെ കാര്യം, അത് ഇവരാരും ചിന്തിക്കുന്നില്ല. നമ്മളുടെ വീടുകളിൽ നിന്നും വസ്തുക്കൾ കവർന്നു കൊണ്ടുപോകുന്ന മോഷ്ടാക്കളെ, അല്ലേ, നമ്മുടെ വീടുകളിൽ നിന്നും സാധനങ്ങൾ കട്ടുകൊണ്ടു പോകാൻ സാധ്യതയുള്ള മോഷ്ടാക്കളെ കുറിച്ചിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ജാഗ്രതയാണ്. നമ്മൾ മുമ്പിലും പുറയിലും അവിടെ ഇവിടെയൊക്കെ കുറ്റിയൊക്കെ ഇട്ട് ഭദ്രമാക്കിയിട്ട് നമ്മൾ കിടക്കുന്നുള്ളൂ. നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ഏറ്റവും വിലപ്പെട്ട സാധനമാണ് സമയം എന്ന് പറയുന്നത്. സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. ആയുസ് ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ ആയുസാണ്, വിലപ്പെട്ട സമയമാണ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന, തോണ്ടിക്കളിക്കുന്ന മൊബൈലിലൂടെ അവർ നശിപ്പിക്കുന്നത്. 1 മിനിറ്റ് നഷ്ടപ്പെട്ടാൽ, 1 മണിക്കൂർ നഷ്ടപ്പെട്ടാൽ, എത്ര മണിക്കൂറുകളാണ് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്?
ഈ മണിക്കൂറുകളെ കുറിച്ചിട്ട് നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെയാ? ചോദ്യം ചെയ്യപ്പെടുന്നത് ആദ്യം ആ നിലയിൽ തൻ്റെ സമയത്തെ പാഴാക്കുകയും നന്മയ്ക്ക് പകരം തിന്മ സമ്പാദിക്കുകയും ചെയ്ത ആളുകളോട് ചോദ്യം ചെയ്യപ്പെടും. അതിൻ്റെ അപ്പുറത്ത് അതൊക്കെ സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ഒരുപക്ഷെ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും നട്ടലില്ലാത്ത തന്തയായതുകൊണ്ട് ഞാൻ പറയട്ടെ, പൊരുത്തപ്പെടണേ കേട്ടോ. അല്ലെങ്കിൽ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവസാനത്തെ രാത്രി അങ്ങ് പൊരുത്തപ്പെട്ടാൽ മതി. ഇന്ന് പൊരുത്തപ്പെട്ടില്ലെങ്കിലും നട്ടലില്ലാത്ത കുടുംബനാഥൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും ശക്തമായി പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തോ ഒരു പുതിയ പ്രസംഗത്തിൻ്റെ ടോപ്പിക് ഇങ്ങനെ നോക്കി വെച്ചിട്ട് വന്ന് നിങ്ങളോട് പറയാൻ പോകും. അങ്ങനൊന്നുമല്ല. പറയണമെന്ന് തോന്നിയത് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഖദ് സമി അല്ലാഹു ജുസുവിൻ്റെ നേരത്തെ സൂചിപ്പിച്ച കുറേ അധ്യായങ്ങളൊക്കെ ഓതി അവസാനത്തെ റക്അത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇമാമ് പറഞ്ഞു വെച്ച ശക്തമായ താക്കീദിൻ്റെ ചില വചനങ്ങൾ കേട്ടപ്പോഴാണ് ഇങ്ങനെ കടുപ്പിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയത്. യാ അയ്യുഹല്ലദീന ആമനു, ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ? യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫു വതഗ്ഫിറു. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. 20-ാമത്തെ റക്അത്തിൽ നമ്മളെ ഒക്കെ സംബോധന ചെയ്തുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഹേ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ മക്കളിൽ, അദുവ്വൻ ലക്കും, നിങ്ങളുടെ ശത്രുക്കളുണ്ട്. ഞാൻ മെല്ലെ പറഞ്ഞത് താഴെ പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ പോറ്റി വളർത്തുകയും നമ്മൾ ചെലവിന് കൊടുക്കുകയും അവർക്ക് വേണ്ടി ചോര നീരാക്കി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കുകയും ചെയ്യുന്ന, നമ്മൾ പ്രതീക്ഷ വെക്കുന്ന, നമ്മളുടെ ഉറ്റവരാണ്, തുണയാണ്, ഇണയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മളുടെ ഭാര്യമാരെ കുറിച്ചിട്ടും മക്കളെ കുറിച്ചിട്ടും അള്ളാഹു പറയാണ്, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, അവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാകാൻ സാധ്യതയുണ്ട്. ഫഹ്ദറൂഹും, ഭയക്കണം നിങ്ങൾ അവരെ. അള്ളാഹു പറയാം, ഫഹ്ദറൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടണം. വഇൻ തഅഫു വതഗ്ഫിറു വതസ്ഫഹു യഗ്ഫിർ ലക്കും, ഈ പറയുന്നത് പോലെ ആ ഭാര്യമാരെയും മക്കളെയും നിർത്തേണ്ടടത്ത് നിർത്തുകയും നിലയ്ക്ക് നിർത്തുകയും നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറും. അള്ളാഹു നമുക്കൊക്കെ മാപ്പ് തരുമാറാകട്ടെ. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പാവം 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്ന്, ഇന്ന് ഉച്ചയ്ക്കൊക്കെ നമ്മൾ കേട്ടതുപോലെ ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹനൻ വഫിസാലുഹു ഫി ആമൈൻ, പിന്നെ 2 മാസം മടിയിലിരുത്തി അമ്മിഞ്ഞ കൊടുത്ത്, ആ 2 കൊല്ലക്കാലം അമ്മിഞ്ഞ കൊടുത്ത്, 2 കൊല്ലക്കാലം പാവം, ആദ്യം 10 മാസം നിന്നെ വയറ്റിൽ കൊണ്ട് നടന്നപ്പോൾ പാവം ഉമ്മയ്ക്ക് ഒന്ന് തിരിഞ്ഞു കിടക്കാനും മറിഞ്ഞു കിടക്കാനും പ്രയാസമായിരുന്നു. ഒന്ന് കമന്ന് കിടക്കാൻ കഴിയുമോ? ഈ 10 മാസക്കാലം അവർക്ക് കമന്ന് കിടക്കാൻ കഴിയുമോ? മനസന്തോഷത്തോടു കൂടി ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അഥവാ കഴിച്ചു പോയാൽ അവർ ഛർദ്ദിച്ച് അവശയാവുകയല്ലേ? എന്തെല്ലാം കഷ്ടപ്പാടാ! ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇനി പുറത്തേക്ക് വന്നതിന് ശേഷം 2 കൊല്ലക്കാലം ആ കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മിഞ്ഞ കൊടുക്കുന്നിടത്തോളം വഹംലുഹു ഫിസാലുഹു 30 ഷഹറ, ഖുർആൻ പറഞ്ഞു 30 മാസക്കാലം ഈ പാവത്തിന് ഉറക്കമില്ല, ഊണില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് കുഞ്ഞ് കരയുക, അല്ലെങ്കിൽ കുഞ്ഞ് മലവിസർജനം നടത്തുക, അവരതെടുത്തുകൊണ്ട് പായുക. അല്ലേ? നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങളൊക്കെ മാതാപിതാക്കളുടെ കടമയെക്കുറിച്ച് പ്രസംഗിക്കാൻ കസേരയിലിരിക്കുമ്പോൾ നല്ല വാചാലമായി പ്രസംഗിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ഒക്കെ വയറ്റിൽ ചുമന്ന ഉമ്മമാര് പിന്നീട് മടിയിലിരുത്തി അമ്മിഞ്ഞ തന്ന കൊല്ലങ്ങൾ 2 കൊല്ലം കൊണ്ട് തീരുമോ ഇവൻ്റെ അദാബ്? 2 കൊല്ലം കൊണ്ട് തീരുമോ? 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ പോറ്റി വളർത്തി കഷ്ടപ്പെട്ട് കൊണ്ട് നടന്ന മാതാവ് മാരകമായ രോഗത്തിനടിമയായി, ക്യാൻസർ പേഷ്യൻ്റായി. നമ്മൾ ചിന്തിച്ചു നോക്കൂ. നല്ല കാലത്തൊക്കെ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയായിരുന്നു, വേദന തിന്നുകയായിരുന്നു. നീ പറന്ന് വീണ് പഠിച്ച് കുറച്ച് വലുതായി, ഇന്നലെ ഞാൻ നമ്മൾ സൂറത്ത് അഹ്കാഫിൽ ഓതിക്കട്ടത്, ഫലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ അല പറഞ്ഞില്ലേ, അവന് ഇപ്പം തൽക്കാലം 2 കാലം നിൽക്കാനായി, തല നേരെ നിൽക്കുന്നുണ്ട്, നെഞ്ചു നേരെ നിൽക്കുന്നുണ്ട്, നാവ് വളച്ചിട്ട് ചുണ്ടനക്കിയിട്ട് ഉമ്മാനെ ചീത്ത വിളിക്കാനൊക്കെ ഉള്ള പ്രാപ്തി വന്നിട്ടുണ്ട്. പണ്ടിതൊന്നും ഇല്ലായിരുന്നല്ലോ, പണ്ടിങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. പണ്ട് നിനക്ക് മൂത്രമൊഴിക്കണമെന്ന് പറയാൻ കഴിയില്ലായിരുന്നു, വിശക്കുന്നു എന്ന് പറയാൻ കഴിയില്ലായിരുന്നു, വയറുവേദന എടുക്കുന്നു എന്ന് പറയാൻ കഴിയില്ലായിരുന്നു, ഒരു അക്ഷരം മിണ്ടാൻ കഴിയില്ലായിരുന്നു. ഇന്നിപ്പം നിനക്കതൊക്കെ പറയാൻ കഴിയുന്നുണ്ട്. പറയാൻ കഴിഞ്ഞപ്പോൾ ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, വാപ്പയുടെ മുഖത്ത് നോക്കിയിട്ട്
ഉഫില്ലക്കുമ എന്ന് പറയുന്നത് പോലെ തൈദാനിനി അൻ ഉഖ്റജ വഖദ് ഖലത്തുൽ ഖുറൂന മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ. ഖുർആൻ ഒരുപാട് വിശദമായി പറയുന്നുണ്ട്. ചില ആളുകൾ അങ്ങനെ പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വൃത്തികെട്ട വർത്താനം പറയും. വൃത്തികെട്ട വർത്താനം പറയൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ നല്ല കാലത്തൊക്കെ നിന്നെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവസാനം നീ ഒന്ന് രണ്ട് കാലിൽ നിന്ന് ഉഷാറായി എന്ന് കണ്ടപ്പം മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് പാവമൂലയിലായിപ്പോയി. അങ്ങനെ ക്യാൻസർ പിടിച്ചു കിടക്കുന്ന ഉമ്മയുടെ അരികിൽ വന്നിട്ട് ആ ഉമ്മ പോറ്റി വളർത്തിയ മകൻ അവരെ തലോടുകയല്ല, ആശ്വസിപ്പിക്കുകയല്ല, മരുന്ന് കൊടുക്കുകയല്ല. നമ്മൾ ഇന്നലെ കുറേ ആളുകളുടെ സംഭവം പറഞ്ഞു, ഇമാമീങ്ങളായവരുടെ സംഭവം. അവരുടെ മാതാക്കളുടെ ശരീരം രാത്രിയിൽ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു, മസാജ് ചെയ്ത് കൊടുക്കുമായിരുന്നു, കാല് പിടിച്ചു മുത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പുതിയ തലമുറയിലെ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങൾ, സമുദായത്തിലെ മക്കള് സ്വന്തം മാതാക്കള് മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് വേദനിക്കുമ്പോഴും അവരുടെ മുമ്പിൽ വന്നിട്ട് കത്തിയെടുത്ത് ആഞ്ഞു കുത്തുകയാണല്ലേ. കുത്തുക, ഉമ്മനെ കുത്തിക്കൊല്ലുന്നു, സഹോദരങ്ങളെ കുത്തിക്കൊല്ലുന്നു. ഇന്നമിൻ അസ്വാജിക്കും ഔലാദിക്കും. ഖുർആൻ പറയുന്ന ഭാഷ കേൾക്കുമ്പോൾ നമുക്ക് ഒരു വിചിത്രമായ വാക്കായിട്ട് തോന്നും. നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള അക്രമകാരികളും സാമൂഹ്യ ദ്രോഹികളും രാത്രിയിൽ വീട് പൊളിച്ച് വാതിൽ പൊളിച്ച് കടന്നു വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നതിനേക്കാളും വാതിലൊക്കെ അടച്ച് ഒന്നിച്ച് കിടക്കുമ്പോൾ നിങ്ങളുടെ ബെഡിൽ കഴിയുന്ന, നിങ്ങളുടെ കിടക്കയിൽ ഒന്നിച്ച് കിടക്കുന്ന ഭാര്യമാരുടെ കൈകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകും. അത് എല്ലാ വാർത്തയിലും കത്തിയെടുത്ത് കൊത്തലല്ല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിയില്ലാതെ കുത്തിക്കൊല്ലുന്ന ഒരുപാട് ഭാര്യമാരെ അനുഭവിക്കുന്ന ഭർത്താക്കന്മാർ സമൂഹത്തിലുണ്ട്. അതുപോലെ നേരെ തിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വലിയ തലയൊന്നും ആട്ടണ്ട. അത് തിരിച്ചുകൊണ്ട് നമ്മുടെ കത്തി കൊണ്ടുള്ള കുത്തിനേക്കാളും നൊമ്പരവും വേദനയും ഉണ്ടാകുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഭാര്യമാരുടെ മുഖത്ത് നോക്കിയിട്ട് നാവ് കൊണ്ട് അവരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്നത് മഹാപാപമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമ്പ് കൊണ്ടുള്ള വ്രണം കാലത്താൽ പൊറുത്തിടും. അങ്ങനെയാണല്ലോ. ജറാഹാത്തുസ്സിഹാമി ലഹൽ തിആമു, ജറാഹാത്തുസ്സിഹാമി ലഹൽ തിആമു വലാ യൽതാ മാ ജറഹൽ ലിസാനു. വാളുകൊണ്ട് ഒന്ന് ആഞ്ഞു വെട്ടിയാൽ അതുകൊണ്ടുണ്ടാകുന്ന മുറിവ് അതിൽ മരുന്ന് പുരട്ടുകയോ കുത്തിത്തയ്ക്കുകയോ ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ നടത്തുകയോ ചെയ്താൽ ആ വ്രണം ഉണങ്ങാം, നന്നാകാം. എന്നാൽ നിന്റെ നാവ് കൊണ്ടൊരു മനുഷ്യന്റെ മനസ്സിൽ വെട്ടുകയും കുത്തുകയും വ്രണപ്പെടുത്തുകയും ചെയ്താൽ നാവ് കൊണ്ടുള്ള ആ മുറിവ് ഒരിക്കലും ഉണങ്ങൂല. പാവം ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നിന്നെ കാത്തിരിക്കുക. എന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നല്ല വർത്തമാനം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ പറയുന്ന കുത്തുവാക്കുകൾ ഉണ്ടല്ലോ, ആ വാക്കുകൾ കത്തിയെടുത്ത് കഠാരയെടുത്ത് അവളുടെ നെഞ്ചത്ത് കുത്തുന്നതിനേക്കാളും കടുപ്പമാണെന്ന് ഖുർആനും ഹദീസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ എങ്ങനെ പോറ്റുന്നു വളർത്തുന്നു, നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ പോറ്റുന്നു വളർത്തുന്നു, ഇന്ന് നമ്മൾ ഓതിക്കേട്ട വിശുദ്ധ വാക്യങ്ങൾ ഓരോന്നും ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന അതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ വചനമാണ്, അറബി ഭാഷയിലാണ്. അത് 114 സൂറത്തുകളുണ്ട്, 6000 ചില്ലറ ആയത്തുകളുണ്ട്. അത് നമുക്ക് നല്ലോണം ഓതാനും അറിഞ്ഞൂടാ, അത് ഓതിയാൽ തന്നെ അർത്ഥം വെക്കാനും അറിഞ്ഞൂടാ. അറിയുന്ന കുറേ ഉസ്താദന്മാരുണ്ട്, അവര് പഠിച്ചോട്ടെ, പറഞ്ഞോട്ടെ, കേട്ടോട്ടെ, അതാണ് നമ്മുടെ മനോഭാവം. അതുപോലെ തന്നെ ഈ പരിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകൾ റമദാനായപ്പോൾ ഞാൻ 1 ഖത്തം തീർത്തു, 2 ഖത്തം തീർത്തു, 3 ഖത്തം തീർത്തു. ഞാൻ 1, 2, 3 ഒക്കെ തീർക്കണമെന്ന് ആശയുണ്ടായിരുന്നു. 2-3 പേജേ ആയുള്ളൂ. അങ്ങനെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് മത്സര്യ ബുദ്ധിയോടുകൂടി ഓതി തീർക്കാനുള്ള വചനങ്ങൾ മാത്രമല്ല ഖുർആൻ. 114 സൂറത്തിനെ കുറിച്ചിട്ട് എനിക്കും എന്നെ പോലുള്ള മുലമാർക്കും പ്രസംഗിച്ചു തീർക്കാനുള്ളതല്ല പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ സാധാരണ പടപ്പുകൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത വലിയ വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കടിച്ചാപ്പൊട്ടാത്ത പ്രയോഗമൊന്നും പടച്ചോ നടത്തിയിട്ടില്ല. പിന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കലാമിൽ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ഓതിക്കേൾപ്പിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മെ ബാധിക്കും. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകീ ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ
ഇന്നല്ലാഹ സമീഉൻ ബസീർ. അറേബ്യൻ നാട്ടിൽ അക്ഷരമറിയാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു പെണ്ണ് ഒരു സഹോദരി, ഒരു ഭാര്യ, അവളുടെ ഭർത്താവുമായുള്ള വിഷയത്തിൽ തർക്കമുണ്ടായി. ഈ തർക്കത്തിൽ സാധാരണഗതിയിൽ ഭർത്താക്കന്മാരാണ് ജയിക്കുക, ഭാര്യമാര് തോറ്റുപോകും. ഭർത്താക്കന്മാർ ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പല മാർഗങ്ങളുണ്ട്, പല ഫോഴ്സുകളുണ്ട്, അല്ലേ? ചങ്ങായിമാരെ കൂട്ടും, മധ്യസ്ഥന്മാരെ കൂട്ടും. ഇനി അതുകൊണ്ടൊന്നും നടക്കുന്നില്ലെങ്കിൽ കോടതിയിൽ പോകും, പോലീസിനെ കൂട്ടും, പട്ടാളത്തെ കൂട്ടും, ഇങ്ങനെ പലതും ഉണ്ട്. അങ്ങനെ പല ഉപയോഗങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഭാര്യമാരെ അടക്കി ഭരിക്കുകയും ഒതുക്കി നിർത്തുകയും മിണ്ടിപ്പോയാൽ തട്ടിക്കളയുമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്ന ഒരു സമൂഹം, ഭർത്താക്കന്മാരെന്ന് പറയുന്ന പുരുഷന്മാർ. ആ സമൂഹത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ഒരു സഹോദരി തൻ്റെ ഭർത്താവുമായുള്ള തർക്കത്തിൽ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിൻ. ഖുർആൻ പറഞ്ഞ തത്വം എന്താണ്? ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇണകളാണ്. ഭാര്യമാരെന്ന് പറയുന്നത് നിങ്ങളുടെ ഇണകളാണ്, നിങ്ങളുടെ തുണകളാണ്, നിങ്ങളുടെ നല്ല പാതികളാണ്. എപ്രകാരം അവരിൽ നിന്നും നിങ്ങൾ ഇങ്ങോട്ട് പലതും പ്രതീക്ഷിക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങളിൽ നിന്നും അവർക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട് കുറെ കടമകൾ. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവരിൽ നിന്നും ഇങ്ങോട്ട് നിങ്ങൾ അനുസരണ വേണം, സ്നേഹം വേണം, ഖിദ്മത്ത് വേണം എന്നൊക്കെ നിങ്ങൾ ആശിക്കുന്നില്ലേ? അതുപോലെ നേരെ തിരിച്ചും നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, ഖിദ്മത്ത് കൊടുക്കണം, എല്ലാം കൊടുക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഞാൻ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കൊഴിയാൻ വന്നല്ലേ, പിന്നെ ഇങ്ങനെ ഉറങ്ങുക, ഇന്ന് ഉറക്കൊഴിയണ്ടേ? ഹത്താ മത്ലഇൽ ഫജ്ർ എന്നാണ്, ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ പ്രസംഗം ഫജ്ർ വരെ നീളുമെന്നാണ് ഈ പ്രസംഗം, അല്ലേ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. തൂക്കി ഉറക്കോ ഒന്നും പാടില്ല, ഫജ്ർ വരെ നീളും. ലൈലത്തുൽ ഖദറിന്റെ നീളം അങ്ങനെയാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് ഖദറിനെ പിടിക്കാൻ കാത്തു നിൽക്കുന്ന നമ്മൾ ഉറങ്ങരുത്. അള്ളാഹു നമുക്ക് ഉണർവ് തരുമാറാകട്ടെ. ലൈലത്തുൽ ഖദർ പ്രാപിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു പെണ്ണിനുണ്ടായ പ്രശ്നം, ആരുമായിട്ടുള്ള പ്രശ്നം? ഭർത്താവുമായുള്ള പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മിൽ നടന്ന തർക്കത്തിൽ പെണ്ണിന്റെ ഭാഗത്ത് ന്യായമുണ്ടായപ്പോൾ ആ ന്യായം അല്ലാഹു യസ്മഉ തഹാവുറക്കുമാ എന്നാണ്. അർശിന്റെ മുകളിൽ അള്ളാഹു അത് കേട്ടു. അല്ലാതെ പെണ്ണിനെ അവഗണിക്കുകയല്ല, പെണ്ണിനെ തള്ളുകയല്ല, പെണ്ണ് അടുക്കളയിൽ പണിഞ്ഞോട്ടെ എന്ന് തീരുമാനിക്കുകയൊന്നുമല്ല. അള്ളാഹു ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തർക്കും അവരവരുടേതായ കടമകളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ കടപ്പാടുകളുണ്ട്, ഓരോരുത്തർക്കും അവരവരുടേതായ ഉത്തരവാദിത്തങ്ങളുമുണ്ട്. പുരുഷന്മാരെന്ന നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്തം എപ്രകാരം നമ്മൾ നിസ്കരിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഇത്തിക്കാഫിരിക്കുന്നു, തഖ്വ വേണമെന്ന് പറയുന്നു, ജീവിതത്തിൽ സൂക്ഷ്മത വേണമെന്ന് പറയുന്നു, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരിലും മക്കളിലും തഖ്വയും ഈമാനും അമലെ സാലിഹാത്തും ഇൽമും ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പുരുഷന്മാർക്കുണ്ട്. നിർബന്ധമായി നമ്മളത് നിർവഹിക്കണം. അഥവാ നാളെ പരലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് നരകത്തിൽ പോയാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു പെണ്ണ് നാളെ നരകത്തിൽ പോയാൽ, അള്ളാഹുവിന്റെ റസൂൽ അതും പറഞ്ഞു, ഞാൻ മെഹറാജിന് പോയപ്പോൾ നരകം കണ്ടു, നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ നിങ്ങളെയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നരകം കണ്ടപ്പോൾ അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെയാണ് കണ്ടത്, നിങ്ങളെയാണ് ഞാൻ കണ്ടത്. അപ്പൊ അവർ നമ്മൾ ഇന്നത്തെ പോലത്തെ പെണ്ണുങ്ങളല്ല. വെപ്രാളം പിടിച്ചുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ നരകത്തിൽ അധികമായി പോകുന്നത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അവർക്ക് ബുദ്ധിയും അറിവും കഴിവും ചിന്തയൊക്കെ കുറവായിരിക്കും. എടുത്തിയാടി അങ്ങ് പറയും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പെണ്ണുങ്ങൾ പോയി കഴിയുമ്പോൾ പാതിരാത്രിക്ക് നമുക്ക് അവർ കേൾക്കാണ്ട് പറയാം, അല്ലേ? ഇപ്പോൾ താഴെ പെണ്ണുങ്ങളുള്ളതുകൊണ്ട് തൽക്കാലം വിശദീകരിക്കണ്ട. എടുത്തു ചാടി പലതും ചെയ്യും, പറയും. ബുദ്ധിയും കഴിവും ചിന്തയും ഒക്കെ അവർക്ക് പകുതിയേ ഉള്ളൂ. നാഖിസാത്തു അഖ്ലിൻ വദീനാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നന്ദി എന്ന് പറഞ്ഞ സാധനം അവർക്കില്ല, നന്ദി എന്ന് പറഞ്ഞില്ല. യക്ഫർനൽ അഷീർ എന്നാണ്. പടച്ചവനെയും തനിക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടുവരുന്ന ഭർത്താവിനെയും ഒരു നല്ല വാക്കുകൊണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നല്ല വാക്കുകൊണ്ട് ശുക്രന്റെ, നമ്മളിപ്പം വളരെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് ടൗണിൽ നിന്ന് വരുമ്പം ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്തു, മക്കൾക്ക് ഡ്രസ്സ് എടുത്തു, അവരാവശ്യപ്പെട്ടതും ആശിച്ചതുമായ പലതും സർപ്രൈസ് ആക്കിയിട്ട് മെനക്കെട്ടിട്ട് എല്ലാം കൊണ്ടുവന്നു. അവർ പ്രതീക്ഷിച്ചില്ല. വന്ന് എല്ലാവരെയും കൂട്ടി റൂമിലിരുന്ന് AC ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുത്ത് ഇടാം. അപ്പൊ ഇങ്ങനെ നോക്കുക അവർ, അത് തിരക്കുകൾ, ഇത് തിരക്കുകൾ, കുറേ നോക്കുക. രണ്ട് കണ്ണുകൾ ഒരു അന്വേഷണം നടത്തുന്നുണ്ടാവും. ഏതാ രണ്ട് കണ്ണെന്നറിയാവോ? നമ്മുടെ ബഹുമാന്യപതിയായ
മഹദി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ, ആ രണ്ട് കണ്ണുകൾ എന്താ പരുതുന്നതെന്നറിയാവോ? ഇങ്ങനെ അവസാനം അതില്ല അല്ലേ, ബാക്കിയെല്ലാം ഉണ്ട്. ആ ഇല്ലാന്ന് ഉടനെ നമ്മൾ അടിയിൽ അതുകൊണ്ട് അതുണ്ടായിരുന്നോ, ഇതിന്റെ കളറ് മാറിപ്പോയല്ലോ, ഈ കളറല്ല, ഇത് മാച്ചാവൂല, നാളെ തന്നെ പോകണം നമുക്ക് ടൗണിൽ. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയും, നിങ്ങൾ വിചാരിക്കട്ടെ എൻ്റെ അനുഭവം ഞാൻ പറയുകയാണെന്ന്. അങ്ങനെ വിചാരിച്ചോ, എന്നാലും വേണ്ടിയില്ല, അങ്ങനെ വിചാരിച്ചു. പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ മെനക്കെട്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് കൊടുത്തു, അവക്കത് ഇഷ്ടപ്പെട്ടില്ല, ഓളെ മോന്ത വീർത്തു. അത് നമുക്ക് മനസ്സിലായി, നമുക്ക് വിഷമമായി, പ്രയാസമായി. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്ത ഒരു ചെറിയ കാര്യത്തിൻ്റെ കളർ മാച്ചിങ് ഇല്ലെന്നോ മറ്റോ ഒന്നും ആണെങ്കിൽ അവളൊരു വാക്ക് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന് പറയും. റസൂലുള്ളാഹി പറഞ്ഞതാ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. എൻ്റെ വാപ്പ ആകെ ചെയ്ത ഭൂമിയിൽ ഒരു അബദ്ധം നിങ്ങൾക്ക് കെട്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത്ര കൊല്ലമായി ഞാൻ നിങ്ങളൊപ്പരം താമസിക്കുന്നു, ഒരു നന്മയും ഇന്ന് വരെ നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നോള് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാം, ഇന്ന് വരെ നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. അപ്പോഴേക്ക് പിന്നെ ആണത്തമുള്ള തണ്ടയുടെ ഉണ്ടെന്നൊക്കെ പറയുന്ന കൈക്ക് എല്ലുള്ള ആളാണെങ്കിൽ ടപ്പേന്നൊരു സൗണ്ട് കേൾക്കും, അല്ലേ? ബഹളം ഉണ്ടാവും, കുഴപ്പമുണ്ടാവും. അങ്ങനെ ബഹളവും കുഴപ്പമൊന്നും ഉണ്ടാകാനല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇത് പെണ്ണിൻ്റെ പ്രകൃതമാണ്. പ്രകൃതത്തിൽ നിന്നും അവൾ മാറി വരാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് അവളുടെ ഈ പ്രകൃതത്തിൻ്റെ പേരിലാണ്, നന്ദികേടിൻ്റെ പേരിലാണ്, എന്ത് കിട്ടിയാലും പിന്നെയും പരാതി പറയുന്നതിൻ്റെ പേരിലാണ് നരകത്തിൽ പോകാൻ ഇടയായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അധികവും നരകവാസികൾ പെണ്ണുങ്ങളാകാൻ ഇടയുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു പെണ്ണ് നരകത്തിൽ പോകുമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവളങ്ങനെ ഒറ്റയ്ക്ക് പോകൂല. ഇവിടെ അങ്ങനെയാണല്ലോ, പണ്ട് കാലം വരെയൊക്കെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കൂല. ഇപ്പോഴാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനും സ്കൂട്ടർ ഓടിക്കാനും ഒക്കെ നമ്മൾ അവരെ അനുവാദം കൊടുത്തത്. നമ്മൾ അനുവാദം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ തലക്കറി നമ്മൾ കാര്യം. എന്തിനാണ് അനുവാദം കൊടുക്കാൻ പോയത്? അനുവാദം കൊടുക്കരുതായിരുന്നു. അവിടെയും അതുപോലെയാണ്. എവിടെ? നരകത്തിൻ്റെ വക്കിലേക്ക് പോകാൻ ഓർഡർ വന്നു കഴിയുമ്പം പെണ്ണ് നിർബന്ധം പിടിക്കും. പെണ്ണ് ഒറ്റയ്ക്ക് പോകില്ല, കാരണം ഒറ്റയ്ക്ക് സഞ്ചരിച്ചുള്ള ശീലമില്ല. പിന്നെ എന്തായിരിക്കും അവളുടെ അവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 ഒരു പുരുഷൻ എൻ്റെ കൂടെ വരണം, ഒരു മഹറം ഉണ്ടെങ്കിലേ ഞാൻ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നു. പെണ്ണ് നിർബന്ധം പിടിക്കുന്ന. ഇപ്പം ഹജ്ജിന് പോലും മഹറം വേണ്ട, നമ്മുടെ പുതിയ കണ്ടുപിടുത്തം. ഹജ്ജിന് പോലും മഹറം വേണ്ട. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഏതായാലും ലൈലത്തുൽ ഖദർ നമ്മൾ അതൊന്നും പറഞ്ഞിട്ട് സമയം കളയണ്ടാൽ. ഹജ്ജിൻ്റെ യാത്രയിൽ പോലും മഹറം വേണ്ടെന്ന് പറയുക. പക്ഷേ അവിടെ എത്തുമ്പോൾ ഇവളങ്ങ് മാറും. എന്താ പറയുക? നരകത്തിലേക്ക് ഹിസാബ് കിതാബിൻ്റെ അള്ളാഹു നമ്മളെയും നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലേക്ക് പോകണമെന്ന് ഓർഡർ വന്നു കഴിയുമ്പോൾ പെണ്ണ് നിർബന്ധം പിടിക്കും, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല, മഹറം വേണം. ആരാ മഹറം? ഒന്നെങ്കിൽ എൻ്റെ മാപ്പിള എൻ്റെ കൂടെ വരണം. ഞാൻ നരകത്തിൽ പോകണമെങ്കിൽ എൻ്റെ മാപ്പിള എൻ്റെ കൂടെ വരണം. ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് അയാളിങ്ങനെ അയാളുടെ മൊബൈലിൽ കളിച്ചുകൊണ്ട് നടക്കുകയല്ലേ ചെയ്തത്. അയാൾ എന്നെ നിയന്ത്രിച്ചില്ലല്ലോ, എന്നൊക്കെ പറഞ്ഞു തന്നില്ലല്ലോ, എന്നെ വിലക്ക് നിർത്തിയില്ലല്ലോ. അവിടെ ചെല്ലും ആളങ്ങ് മാറും. ഇവിടെ പോലെ അല്ല, ആള് മാറും. ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. ഒന്നുകിൽ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങളാണ്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നോക്കിയാൽ വായിച്ചെടുക്കാൻ കഴിയുന്ന വാക്കുകളും വരികളുമാണ്. എൻ്റെ മാപ്പിളയെ കൂട്ടിയിട്ട് ഞാൻ പോവും. ഇനി മാപ്പിളയുടെ ഉത്തരവാദിത്തത്തിൻ്റെ അപ്പുറത്തേക്ക് ചിലപ്പോൾ ചില സ്ത്രീകൾ നിയന്ത്രിക്കപ്പെടേണ്ടത് വാപ്പയിലൂടെയാണ്. വാപ്പയെ വേണം, എനിക്ക് മഹറം വേണം, വാപ്പ വേണം നരകത്തിൽ പോകണമെങ്കിൽ. വാപ്പയും ഭർത്താവും കഴിഞ്ഞാൽ പിന്നെ ചില സാഹചര്യത്തിൽ ഒരു പെണ്ണിനെ നിയന്ത്രിക്കേണ്ടത്, അതിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്നത് അവളുടെ ആങ്ങളമാരാണ്. ആങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. അതും കഴിഞ്ഞാൽ പിന്നെ ആരാ? മകൻ. ചിലപ്പോൾ ഉമ്മമാര് അവരെ നിയന്ത്രിക്കാൻ പ്രായപൂർത്തിയുള്ള പക്വതയുള്ള മൂത്ത മക്കൾ, ആൺകുട്ടികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഉമ്മയൊക്കെ ശരി തന്നെ, നമ്മൾ ഉച്ചയ്ക്ക് കേട്ടില്ലേ? ഉമ്മയൊക്കെ ശരി തന്നെ, ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം. പക്ഷേ കാലിൻ്റെ അടിയിൽ വെക്കാനും മാത്രം നല്ല ആയിരിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ് സ്വർഗം, അതിൽ സംശയമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. പക്ഷേ സ്വർഗം വെക്കാനും മാത്രം കുറച്ച് വൃത്തിയുള്ള കാലായിരിക്കണ്ടേ? അല്ലേ? എന്താ മനസ്സിലാകാത്ത? സ്വർഗം വെക്കാനും മാത്രം വൃത്തിയുള്ള കാലാകണ്ടേ? അങ്ങനെ ഒരു കാലിൻ്റെ ഉടമയാകണം നമ്മളുടെ ഉമ്മ. ആ ഉത്തരവാദിത്തം, അഥവാ നല്ല കാൽപാദങ്ങളുടെ, നല്ല സ്വഭാവങ്ങളുടെ, നല്ല സംസ്കാരങ്ങളുടെ, നല്ല ജീവിതശൈലിയുടെ ഉടമയായി ഒരു പെണ്ണ് വളരുന്ന വിഷയത്തിൽ അവളുടെ വാപ്പാക്ക്, അവളുടെ ഭർത്താവിന്, അവളുടെ ആങ്ങളയ്ക്ക്, അവളുടെ പ്രായപൂർത്തിയായ മകന്
ഒക്കെ ഉത്തരവാദിത്തമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരിമാരുടെ വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഖുർആനായത്ത് ഓതിക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മക്കളുടെ വിഷയത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. സമയം തീർന്നുപോയി. ഇന്ന മിൻ അസ്വാജിക്കും ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. 27 രാവിൻ്റെ രാത്രിയിൽ നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് കൈവെക്കുമ്പോൾ എൻ്റെ വാപ്പയെക്കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചു, എൻ്റെ ഉമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ നേരത്തെയും എൻ്റെ വാപ്പാനെ ഉമ്മാനെയും ചിന്തിച്ച് അവർക്ക് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ദ്വാ ചെയ്തു. സാധിക്കുന്നിടത്തോളം അവർക്ക് വേണ്ടി ഹദിയകൾ അയക്കുന്നു. പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്ന തലമുറയിൽ ഞാനും നിങ്ങളും ഇതുപോലെ വാപ്പയും ഉപ്പാപ്പയും ഒക്കെ ആയിട്ട് ഖബറിൽ കിടക്കുമ്പോൾ പുതിയ തലമുറയിലെ, പുതിയ യുഗത്തിലെ, പുതിയ ലോകത്തെ നമ്മുടെ മക്കൾ നമ്മളെ ഓർക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. നമുക്ക് വേണ്ടി ദ്വാരക്കാൻ അവർക്ക് സന്മനസ്സുണ്ടാകുമോ എന്ന് നമ്മൾ ഭയപ്പെടണം. പുതിയ യാത്ര അങ്ങോട്ടാണ്, പുതിയ കുട്ടികളുടെ യാത്ര അങ്ങോട്ടാണ്. നമ്മൾ ഈ കുട്ടികൾക്ക് ഇന്നേ ആ നിലയിലുള്ള ബോധം നൽകണം, ഓർമ്മ നൽകണം, തിരിച്ചറിവ് നൽകണം. ആ കുട്ടികളെ നമുക്ക് ഇത്തരത്തിൽ നന്നാക്കിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാകട്ടെ, സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ ഈ ഇരിക്കുന്ന നമ്മളുടെ കൂട്ടത്തിൽ പുതിയ തലമുറയുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഞാനിപ്പോൾ റമദാനിലും അതിനു മുമ്പും ഒക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് പ്രസംഗിച്ചപ്പോൾ എല്ലാ സദസ്സിലും പറഞ്ഞൊരു സംഗതിയാണ്, പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരിൽ 99.9% ഏകദേശം ഏജ് കഴിഞ്ഞവർ, വിസ ക്യാൻസലായി ഖുറൂജ് അടിക്കാൻ കാത്തിരിക്കുന്നവരാണ് വന്നിരിക്കുക, അല്ലേ? ഖുറൂജ് അടിക്കാൻ ഖുറൂജ് അടിക്കാൻ വയസ്സും പ്രായവും കൊണ്ട് കാത്തിരിക്കുന്നവരല്ലെങ്കിൽ പോലും പണിയും വേലയും ജോലിയൊന്നും ഇല്ലാത്ത റിട്ടേൺ ആയ നിത്താക്കാത്തൊക്കെ വന്ന കുറച്ച് ആളുകൾ പള്ളിയിൽ ചിലപ്പോൾ ഉണ്ടാവും. പുതിയ തലമുറയിലെ ഫ്രഷ് പീസുകളായ നമ്മുടെ പുതിയ കുട്ടികൾ പള്ളിയിലേക്ക് വരുന്നില്ല, ഇബാദത്തുകളിലേക്ക് വരുന്നില്ല. നിങ്ങൾ ശരിക്കും, ഞാൻ വെറുതെ പറയുന്ന വാക്കുകളായി പ്രസംഗമായി നിങ്ങൾ കാണിക്കേണ്ട. നമ്മുടെ കുടുംബത്തിലുള്ള കുറേ കുട്ടികളെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടികൾ ഈ 27 രാവിന് എവിടെയാണ് അവരുടെ സമയം ചിലവാക്കുന്നത്? എവിടെയാണ് സമയം ചിലവാക്കുന്നത്? ഞാനിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ മകന് വേദന ഇളകിയപ്പം പാതിരാത്രി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പാതിരാത്രിയാണ്, നോമ്പ് കാലം, പാതിരാത്രി സമയം. അത്യാവശ്യ വേദന ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ അതിൻ്റെ പരിസരത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നു, ഭയങ്കര ബഹളം. ഞാൻ എൻ്റെ കൂടെയുള്ള ആളോട് ചോദിച്ചത്, എന്ത് ഈ പാതിരാത്രി സമയത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നു? അതറിയാനോട് ഒരു ജിജ്ഞാസ നമുക്ക് ഉണ്ടാവൂലേ? ഭയങ്കര ബഹളം കേൾക്കുന്നു. പോയി അന്വേഷിച്ച് നോക്കുമ്പം ഒരു ടർഫിൽ, ഈ പാതിരാത്രി സമയത്ത് ടർഫിൽ കുട്ടികൾ കളിക്കുകയാണ്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടികളൊന്നുമല്ല, കളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയായിട്ട് സമുദായത്തിൻ്റെ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. പാതിരാത്രി സമയത്ത് ടർഫിൽ കളിക്കുകയാണ്. ഈ കളിയുടെ ഭ്രമവും കളിയുടെ പിരാന്തും നമ്മുടെ കുട്ടികളുടെ മനസ്സിലുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടികളും അല്ല. എന്നാൽ അവരോട് 23 റക്അത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് നിസ്കരിക്കാൻ വരാൻ തോന്നാത്തത്? രാത്രി ഉറക്കമൊഴിയാൻ ഈ അവസാനത്തെ രാവുകളിൽ പള്ളിയിൽ വന്നിരിക്കാൻ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർക്ക് വരാൻ കഴിയാത്തത്? നമ്മൾ അവർക്ക് ആ നിലയിൽ വഴി തുറന്നു കൊടുത്തില്ല. നമ്മൾ ആ നിലയിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വഴി തുറന്നു കൊടുത്തില്ല. നമ്മൾ അത്യാവശ്യം ഇങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ച് ദുആ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങ് പോയാൽ പോരാ. നമ്മുടെ പിന്നിൽ വരുന്ന ഈ കുട്ടികളിൽ നമുക്ക് അങ്ങനത്തെ വാസന ഉണ്ടാക്കാൻ നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കണം. അതിനെന്താ നമ്മൾ വേണ്ടത്? മെയിനായിട്ട് വേണ്ടത് നമ്മൾ അവരോടൊപ്പം സമയം ചെലവാക്കണം. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുക, അവർക്കെതിരെ ആർഗ്യുമെൻ്റ് നടത്തുക, അവർക്കെതിരെ നമ്മൾ വലിയ പ്രസംഗം, അതൊന്നുമല്ല. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ തലമുറയെ പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല. നമ്മൾ ഹിക്മത്തോടെ, സ്നേഹത്തോടെ, മുഹബ്ബത്തോടെ ഈ സമുദായത്തിലെ പുതിയ തലമുറയോടൊപ്പം കൂടണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നന്നാകാൻ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ സ്നേഹത്തോടെ അവരോടൊപ്പം കൂടണം. വാപ്പ കൂടണം, ഉപ്പാപ്പ കൂടണം. വാപ്പയും ഉപ്പയും ഉപ്പാപ്പയും ഒക്കെ ഈ ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. മക്കളോടൊപ്പം സമയം ചെലവാക്കണം, കുടുംബത്തോടൊപ്പം സമയം ചെലവാക്കണം. അതിനൊന്നും നമുക്കിന്ന് സമയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്താൻ പോകണേ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ നിർത്തുന്നതിനെ കുറിച്ച്? നിർത്താനോ? മാഷാ അല്ലാഹ് കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്? അറിയാണ്ട് നമ്മൾ കരഞ്ഞു പോകുന്നത് എന്താ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന ആ മഹത്തായ മാതൃക, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പുണ്യമായ മാതൃകയെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഉൾപ്പുളകമാണ്. ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, ഞാൻ ഇന്ന് രാത്രി നിന്റെ പുരക്ക് ഉറങ്ങാൻ വരികയാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ ചരിത്രങ്ങൾ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി, ഞാൻ പറഞ്ഞല്ലോ, മിഹ്റാബിൽ നിന്നുകൊണ്ട് ഇമാമത്ത് ചെയ്യുക, മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ ഓതുക, നാട്ടുകാരുടെ മുമ്പിൽ നബിയായി അഭിനയിക്കുക, ഇതൊന്നും അല്ല. ഒരു ഉപ്പാപ്പ, ഒരു ഭർത്താവ്, അല്ലേ? ഇതൊക്കെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ മാറ്റി. റസൂൽ പറഞ്ഞു,
മോളെ ഫാത്തിമ, ഉപ്പ എൻ്റെ പുരയ്ക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ വരികയാണ്, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ ഉറങ്ങാൻ വരിക. ഫാത്തിമ ബീവിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ഉപ്പ എൻ്റെ വീട്ടിൽ ഇന്ന് രാത്രി ഉറങ്ങാൻ വരിക. ഒരു ഭാഗത്ത് ഭയങ്കര സന്തോഷം, മറുഭാഗത്ത് ഫാത്തിമ ബീവി പറയാ, ഫാത്തിമ ബി അലി ഈ സംഭവം ഉദ്ധരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു അവറുകൾ, പ്യാപ്പള അലി റളിയല്ലാഹു അൻഹു അവറുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ മറുഭാഗത്ത് ഞങ്ങൾക്ക് മാനസികമായ ചെറിയൊരു വിഷമം. എന്താ വിഷമം? ഞങ്ങളുടെ ഉപ്പാപ്പ, എന്നാൽ ലോകത്തിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിൽ വരുമ്പം അവിടുത്തെ സ്വീകരിക്കാനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ ഈ വീട്ടിൽ, അല്ലേ? അള്ളാൻ്റെ റസൂല് വരുമ്പോഴത്തേക്ക് ഒരിക്കലും തുറക്കാത്ത കുറേ റൂം നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഉപ്പ വരുന്നത് കൊണ്ട് അങ്ങനത്തെ 5-6 റൂം ഇന്നങ്ങ് റെഡിയാക്കിയിടാം. അങ്ങനെയൊന്നും ഇല്ലല്ലോ, 5-6 റൂമുകളൊന്നുമില്ല. ആകെ ഒരു റൂമിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ചൊപ്പിച്ചിട്ട് പോകുന്ന സാഹചര്യമാണ്. ഞങ്ങളുടെ വാപ്പ ഞങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുമെന്നൊരു വെപ്രാളമുണ്ട്, എങ്ങനെ സൗകര്യപ്പെടുത്തുമെന്നൊരു വെപ്രാളമുണ്ട്. എന്നാലും സന്തോഷമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നബിയല്ല, പിന്നെ നബിയൊന്നുമല്ല, പിന്നെയോ സാധാരണ ഭർത്താവ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്ന റസൂലുള്ളാഹിനെ നോക്കിയാൽ എവിടെയാ റസൂല്? മിമ്പറിലോ അല്ല, മിഹ്റാബിലോ അല്ല, പിന്നെ എവിടെയാ? അടുപ്പിൻ്റെ മേലെ ഉണ്ട്, അടിച്ചു വാരുന്നുണ്ട്, കയ്യിൽ മാച്ചിലുണ്ട്. ഇതൊക്കെ ഹദീസിൽ വന്നതല്ലേ പ്രിയപ്പെട്ടവർ? ഇതാണ് മനുഷ്യൻ, ഇതാണ് നല്ല മൂമിൻ, ഇതാണ് നല്ല വാപ്പ, ഇതാണ് നല്ല കുടുംബനാഥൻ. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ വളർന്ന ഫാത്തിമ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവായത് റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ വളർന്ന, ആ മടിയിൽ വളർന്ന 2 പേരക്കിടാങ്ങൾ സ്വർഗത്തിലെ ചെറുപ്പക്കാരുടെ, യുവാക്കളുടെ നേതാവായി മാറിയത്. എന്തുകൊണ്ടാ? ഉപ്പ അങ്ങനെ വളർത്തിയത് കൊണ്ടാ, ഉപ്പാപ്പ അങ്ങനെ വളർത്തിയത് കൊണ്ടാ. നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങനത്തെ നല്ല ഉപ്പമാരാകാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ, നല്ല ഉപ്പാപ്പമാരാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു. രാത്രി കിടക്കുമ്പോൾ ഹസൻ ഹുസൈൻ അരികിൽ കിടത്തി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവറുകളും അടുത്ത് തന്നെ കടന്നു. കാരണം എന്താ അറിയോ? കുട്ടികൾ രാത്രി ആവുമ്പോൾ എഴുന്നേക്കൂലേ, കരയൂലേ, പാലിന് ചോദിക്കൂലേ? അപ്പോൾ ഉപ്പാക്കൊരു വിഷമം വരാൻ പാടില്ല. അതുകൊണ്ട് ഫാത്തിമ ബീവി അരികിൽ തന്നെ കടന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് കാണണേ, വെറുതെ പ്രസംഗം കേട്ടാൽ പോരാ. കൊച്ചു വീട്ടിൽ നമ്മൾ വിചാരിക്കും റസൂലുള്ളാഹി അങ്ങേ അറ്റത്തെ മുറി കിടക്കുക, അലി ഇബ്നു അബീ താലിബ് ഇങ്ങേ അറ്റത്തെ മുറി കിടക്കുക, അങ്ങനൊന്നും ഇല്ലല്ലോ. ആകെ ഒരു ചെറിയൊരു റൂം മാത്രമേ ഉള്ളൂ. അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങി. പാതിരാത്രി ആയപ്പോൾ ഹസൻ എന്ന മൂത്ത മകൻ എഴുന്നേറ്റ് കരഞ്ഞു, പാല് ചോദിച്ചു. പെട്ടെന്ന് ഫാത്തിമ ബീവി ചാടി എഴുന്നേറ്റ് പാലെടുക്കാൻ വേണ്ടി പോയപ്പം ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി പറഞ്ഞു, മോളെ നീ കടന്നോ, ഇന്ന് രാത്രി എൻ്റെ ഉപ്പ ഈ കുഞ്ഞിന് പാല് കുടിപ്പിച്ചോളും. എൻ്റെ ഉപ്പ ഈ കുഞ്ഞിന് എത്ര സുന്ദരമായ ഒരു സ്വഭാവവും പെരുമാറ്റമാണ്. ഇന്ന് രാത്രി ഞാനിവിടെ വന്നത് റസൂലായിട്ട് നിങ്ങൾക്ക് ഉപദേശം നൽകാൻ വന്നൊന്നുമല്ല, എൻ്റെ മക്കളോടൊപ്പം, പേരക്കിടാങ്ങളോടൊപ്പം അവരുടെ രാത്രിയിൽ ഒന്നിച്ചു കഴിയാൻ വന്നതാണ്. മോള് കടന്നോ, ഞാൻ പാലെടുത്ത് കൊടുത്തോളാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം പോയി പാലെടുത്തു. ഇങ്ങനെ പാത്രത്തിലേക്ക് ഇങ്ങനെ പകർന്നപ്പോൾ തൊട്ടടുത്ത് കടന്നിരുന്ന ഹുസൈൻ, ഇളയ മകൻ, ചാടി എഴുന്നേറ്റു റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇളയ കുട്ടികൾക്കാണല്ലോ കൂടുതൽ നിർബന്ധം ഉണ്ടാവുക. ഇളയ കുട്ടി നിർബന്ധം, ആ പാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലൊഴിച്ചിട്ട് മൂത്ത മകൻ ഹസന് കുടിപ്പിക്കാൻ പോകുമ്പോഴാണ് ഇളയ മകൻ ആ പാലിൽ ഇങ്ങനെ നിർബന്ധം പിടിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിൽക്കും മോനെ, നിൽക്ക്, ആദ്യം ഇവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആദ്യം ഇവന് കൊടുക്കട്ടെ, ഹസന് കൊടുക്കട്ടെ, പിന്നെ ഹുസൈന് കൊടുക്കാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഇതെവിടെയാണ്? പാതിരാത്രിയിൽ ഒരു വീട്ടിൽ, കുടുംബത്തിൽ നടക്കേണ്ട സംഗതി ഇങ്ങനെ തന്നെയാണ്. ഹസന് കൊടുക്കട്ടെ, പിന്നെ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പം ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ അവറുകൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്ക് ഹുസൈനെക്കാട്ടി കൂടുതൽ ഹസനോടാണോ സ്നേഹം? അങ്ങനെയാണല്ലോ തോന്നുന്നത്, പലപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. ഹുസൈനോട് സ്നേഹം കുറവും ഹസനോട് സ്നേഹം കൂടുതലുമാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, അങ്ങനൊന്നുമില്ല, എനിക്ക് എൻ്റെ മക്കളോട് ഒരേ സ്നേഹമാണ്. പക്ഷേ ഹസനാണ് ആദ്യം ചോദിച്ചത്, അതുകൊണ്ട് ഓൻ ആദ്യം കൊടുക്കണം. ഹുസൈൻ പിന്നെയാണ് ചോദിച്ചത്, ഹുസൈന് പിന്നെ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ബാപ്പ വരുന്നു, ഉപ്പാപ്പ വരുന്നു, ഒന്നിച്ചു കിടക്കുന്നു, രാത്രിയിൽ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു, പാലൊഴിക്കുന്നു, പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴും നന്മ പറയുന്നു, നല്ലത് പറയുന്നു. മൂത്തതിനെ മുന്തിക്കണം, ഇളയാക്ക് പിന്നെ കൊടുത്താൽ മതി. തത്വം പ്രസംഗിക്കുകയല്ല, പ്രയോഗത്തിൽ കാണിക്കുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പേർക്കും പാല് കുടിപ്പിച്ചു. അവരെ അരികിൽ കിടത്തിയിട്ട് തട്ടിക്കൊടുത്ത് അവരെ ഉറക്കി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിന് മുമ്പ് എഴുന്നേറ്റ്. അലി റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ തൊട്ടിപ്പുറത്ത്, ഞാൻ പുതിയാപ്പിളയാണല്ലോ, മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടുള്ള കളി നേർക്ക് നേരെ
പങ്കെടുക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ പുതപ്പിൻ്റെ ഉള്ളിൽ പുതച്ച് കിടക്കുക. അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഉപ്പാപ്പ വന്നപ്പോൾ എന്താ കൊണ്ടുവന്നത്? ഉപ്പാപ്പ വന്നപ്പം പെരുന്നാൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ തുണിയും കുപ്പായം കൊണ്ടുവന്നോ, കഴിക്കാൻ വേണ്ടി കുറേ ആഹാരം കൊണ്ടുവന്നോ, അവസാനം പോകുമ്പം പെരുന്നാൾ പൈസ എന്ന് പറഞ്ഞിട്ട് കുറേ തുട്ടുകൾ, റിയാലുകൾ, ദിർഹമുകൾ എടുത്തതണ്ട, ഇതൊന്നുമില്ല. പട്ടിണിയുടെ പേക്കോലങ്ങളായി ജീവിച്ചിരുന്ന, പട്ടിണിപ്പുരയിൽ നിന്നും വിരുന്നു വന്ന ഉപ്പാപ്പയുടെ കീശകാലിയാണ്. ഉപ്പാപ്പയുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ ഉപ്പാപ്പാക്ക് കൊടുക്കാനുള്ളത് ഈ മക്കളോടൊപ്പം സമയമാണ്, സ്നേഹമാണ്, നല്ല പെരുമാറ്റമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഹസൻ ഹുസൈൻ രണ്ടുപേരെയും ഇങ്ങനെ കൈക്ക് പിടിച്ചു, ഫാത്തിമ ബീവിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, ഇതാ ഞാനും ഹസനും ഹുസൈനും നീയും. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങോട്ട് വിരൽ ചൂണ്ടിക്കൊണ്ട്, അതാ ആ പുതച്ച് കിടക്കുന്നവനും നമ്മൾ ഇങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പ. ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് വിശദീകരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ ചിത്രം മനസ്സിൽ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു ഉപ്പാപ്പ വീട്ടിൽ വരണം, മക്കളോടൊപ്പം ഇരിക്കണം, മക്കളോടൊപ്പം കിടക്കണം, മക്കളുടെ രാത്രിയിലെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ കരച്ചിലിനെ തട്ടിക്കൊടുത്ത് ആശ്വസിപ്പിക്കണം. അവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്നേഹവും, കൊടുക്കാൻ കഴിയുമെങ്കിൽ പാലും കൊടുക്കണം. എന്നിട്ടോ ഇതാ നമ്മളിങ്ങനെ നടന്ന് ജീവിച്ച് ഒന്നിച്ചങ്ങ് സ്വർഗത്തിൽ പോകണമെന്ന് പഠിപ്പിക്കണം. പ്രസംഗിച്ചാൽ പോരാ, പഠിപ്പിക്കണം. സ്വർഗത്തിൽ പോകാൻ പാകത്തിന് മക്കളോടൊപ്പം സമയം ചെലവഴിച്ച്, ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിച്ച്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിച്ച് ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഈ മഹാനായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളും ഇത് പ്രസംഗിച്ച് കേട്ടാൽ പോരാ, നമ്മുടെ കുടുംബത്തോട് ഇപ്രകാരം നമ്മൾ സമയം ചെലവഴിക്കണം, മക്കളോട് സമയം ചെലവഴിക്കണം. കുട്ടികളുടെ ജീവിതത്തിൻ്റെ എല്ലാ പെരുമാറ്റങ്ങളെയും നമ്മൾ വാച്ച് ചെയ്യണം. അവരോടൊപ്പം നിരന്തരമായി നമ്മൾ ഒന്നിച്ചുണ്ടാകണം, അവരെ നിയന്ത്രിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു പിഴവും പാളിച്ചയും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞില്ലേ, വലത് കൈ കൊണ്ട് കഴിക്കുന്നതിൽ അബദ്ധം സംഭവിച്ചപ്പോൾ ആ കൈക്ക് പിടിച്ചിട്ട്, മോനെ വലത് കൈ കൊണ്ടേ കഴിക്കാവൂ, ഇടത് കൈ കൊണ്ട് കഴിക്കരുതെന്ന് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാൻ നമ്മളുണ്ടാകണം. അല്ലാഹു തആല ആ നിലയിൽ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിയിൽ നയിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖദറിന്റെ രാത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് അള്ളാഹു നന്മയുടെ തീരുമാനം കൈക്കൊള്ളുമാറാകട്ടെ. നേർവഴിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അള്ളാഹു നയിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു ഐശ്വര്യവും ബറക്കത്തും തരുമാറാകട്ടെ. അനുസരണയും ആദരവും തരുമാറാകട്ടെ. ബഹുമാനവും സ്നേഹവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട്, അതുപോലെ മക്കളോട്, കൂട്ടുകുടുംബാദികളോടൊക്കെ ഖൽബിൽ ഒരു പകയും വിദ്വേഷവും ഇല്ലാതെ കറകളഞ്ഞ സ്നേഹം പങ്കുവെക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചതുപോലെ ഇതാ നമ്മളെല്ലാവരും ഇങ്ങനെ കൈകോർത്തൊന്നിച്ച് അങ്ങ് സ്വർഗത്തിൽ പോകാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്.